കഴിഞ്ഞ ദിവസം ലുലു മോളിൽ കയറിയപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണ് ഈ ചൈനീ കൈനി ഇല്ലേ, അതിൻ്റെ ഈ വെച്ച് കഴിഞ്ഞ് എടുത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ ചുമ്മാ അവർക്കത് വേണേൽ അവിടുത്തെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിടാം. പക്ഷെ അത് പറ്റത്തില്ലല്ലോ. എന്തടി ഇങ്ങനെ അവിടെ എഴുതി വെച്ചേക്കുന്ന ബബിൾഗം കൊണ്ട് ടോയ്ലറ്റിൽ തുപ്പരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പ്രത്യേകം ഇനി എഴുതി വെക്കണമായിരിക്കും. തമ്പാക്കും ഈ ചൈനികേനെയൊക്കെ മറ്റേ നിരോധിത ലഹരി വസ്തുക്കളായിട്ടാണ്, അതുകൊണ്ട് അത് എഴുതി വെക്കാൻ പറ്റത്തില്ല. ഇവിടെ കഞ്ചാവ് പീടി ഇടരുതെന്ന് എഴുതി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ. ഇത് എന്തൊരു മനുഷ്യനാന്ന് നോക്കണം. ഈ ലുലു മോളിലൊക്കെ സത്യം പറഞ്ഞാൽ ഏറ്റവും എപ്പോഴും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. എനിക്കൊന്ന് ഏറ്റവും വൃത്തിയായിട്ട് ടോയ്ലറ്റ് അല്ലാതെ ആ അന്തരീക്ഷം മൊത്തത്തിൽ ആ ക്ലീനിങ്ങിനും ഒക്കെ ഭയങ്കര പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നൊരു സ്ഥാപനത്തിൽ കയറി അവിടെ തന്നെ ഇത് കാണിക്കും. ഇവൻ എന്നാൽ അപ്പുറത്ത് ആ ടോയ്ലറ്റിലോ വല്ലതും കയറിയിട്ടിന്ന് ഫ്ലഷ് അടിച്ചിട്ട് പോരുത്, അല്ലെങ്കിൽ വേണ്ട അവിടെ ഡസ്റ്റ്ബിനകത്തൊക്കെ ഇടാം. ആ ഫുഡ് വേസ്റ്റ് ഇടുന്നിടത്തൊക്കെ കൊണ്ട് ഇട്ടാൽ മതി. അവിടെ ഒരുപാട് ഡസ്റ്റ്ബിൻസ് വെച്ചിട്ടുണ്ട്. യൂസ് മീ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് കൊണ്ടിടേണ്ട വല്ല ആവശ്യമുണ്ടോ? വല്ലാത്തവരും മനുഷ്യരായത്. ഇവിടുത്തെ പിന്നെ ഇവർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഭയങ്കര ഭംഗിയൊന്നും ഇവിടുത്തെ ടോയ്ലറ്റിലില്ല. ഈ പറഞ്ഞ ലുലുവിൽ അവർ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഉപയോഗിക്കുന്ന ലോഷൻ തന്നെ തേർഡ് ക്വാളിറ്റി ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആയിരിക്കും. പിന്നെ അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഓടത്തുള്ളൂ. അതേസമയം ഗൾഫിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ടോയ്ലറ്റ്സിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മണമാണ്. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് വെച്ചിട്ടുണ്ട്. ബാക്കി ഈ കേരളത്തിൽ വേറെ ഇനി ഇതുപോലെ വൃത്തിയുള്ള സ്ഥലങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ഹോട്ടൽസ് ആണെങ്കിലും ഷോപ്പിംഗ് മോൾസ് പൊതുവെ വലിയ കുഴപ്പമില്ല. പിന്നെ ലുലു PVRന്റെ തിയേറ്ററിൽ വളരെ നീറ്റാണ്. അല്ലാതെ വേറെ എങ്ങും നമുക്ക് നല്ലൊരു ടോയ്ലറ്റ് കാണാൻ പറ്റത്തില്ല. ഇവിടെ ഈ പബ്ലിക് ടോയ്ലറ്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കഷ്ടം തോന്നും. കാരണം ഇവിടുത്തെ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല ഇതൊന്നും. പറമ്പിലോട്ടൊക്കെ ഒന്ന് മുള്ളിക്കൊണ്ടിരിക്കുന്നവനും സ്വന്തം വീട്ടിലാണെങ്കിലും ഇത് വൃത്തിക്ക് സൂക്ഷിക്കാൻ അറിയാത്തവരൊക്കെ, ഈ മാനേഴ്സ് ഒന്നും ഇല്ലാത്ത ആളുകളാണല്ലോ കൂടുതലും. ബേസിക്കായിട്ട് ഹൈജീനെ പറ്റി വലിയ ധാരണയും കൂടുതൽ പേർക്കും ഇല്ല. ഇതെങ്ങനെ യൂസ് ചെയ്യണം, ക്ലീൻ ചെയ്യണം, അതൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ പബ്ലിക് ടോയ്ലറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരുടെ സംസ്കാരവും ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവന്മാരാണ് UK US പോയിട്ട് അവരുടെ സംസ്കാരം ശരിയല്ലെന്ന് പറയുന്നത്. അങ്ങനെയും കുറേ മണ്ടന്മാരുണ്ട്. ട്രെയിനിൻ്റെ ബാത്റൂമിൽ കയറി അറിയാമല്ലോ എങ്ങനെ നല്ല സുഖം, അകത്ത് നിന്നാൽ മതി. ആ സംസ്കാരം അങ്ങനെ അങ്ങ് നമ്മുടെ മൂക്കിലേക്ക് ഇടിച്ച് കയറി കണ്ണിൽ കൂടെ പുറത്തു വരും. ഭയങ്കര പ്രത്യേകതര ഒരു സംസ്കാരമുള്ള നാടാണ് നമ്മുടേത്. ഒരു വാഷ് ബേസിൻ പോലും ഇപ്പോൾ ഒരു അത്യാവശ്യം കൊള്ളാവുന്ന ഹോട്ടൽസിൽ കുറവാണ്. 5 സ്റ്റാർ ഹോട്ടൽസിലൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. കാരണം അവിടെ വരുന്നവർക്ക് അത് ക്ലീൻ ചെയ്യാൻ അറിയാം. ക്ലീനിങ് എന്നല്ല, അങ്ങനെ വൃത്തിയായിട്ട് ഇട്ടിട്ട് പോകത്തില്ല. ഈ ഇടത്തര ഹോട്ടൽ, മിഡിൽ ക്ലാസ് ആൾക്കാർ വരുന്നതും ലോ ക്ലാസ് ആൾക്കാർ പോകുന്നതായിട്ടുള്ള അങ്ങനത്തെ രീതിയിൽ ആ ഒരു ക്ലാസ് ഉണ്ടല്ലോ ഇവിടെ. ആ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, ആ മിഡിൽ ക്ലാസ് ആൾക്കാർ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ശരവണ ഭവൻ ഇങ്ങനത്തെ ഹോട്ടലൊക്കെ ഞാൻ കയറുമ്പോൾ കാണാറുണ്ട്. ശരവണൻ പ്രത്യേകം പറയാൻ കാരണം ഞാൻ മിക്കവാറും അവിടെ നിന്നാണ് കഴിക്കുന്നത്. രാവിലേക്ക് ഇഡ്ഡലി സാമ്പാർ കഴിക്കും. അപ്പോൾ എന്നും ഉണ്ട്. അതുകൊണ്ട് പറഞ്ഞു അവിടെ ഏറ്റവും കൂടുതൽ മിഡിൽ ക്ലാസ് വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞ് തട്ടുകടയിൽ എല്ലാത്തരം ആൾക്കാരും വരുന്നുണ്ട്. ഹൈ ക്ലാസ് ടോപ്പിൻ്റെ ആ മറ്റേ ക്രീമി ലെയർ ഒന്നും അങ്ങോട്ട് വരാറില്ല. പിന്നെ ഇവിടുത്തെ ഒറ്റ സെലിബ്രിറ്റി ഞാൻ തട്ടുകടയിൽ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഈ കടകളൊക്കെ പോയി വാഷ് ബേസിന് നമ്മൾ കാണുമ്പോൾ അവിടെ ആരെങ്കിലുമൊക്കെ തുപ്പിയിട്ടിട്ടുണ്ടാവും. അതിൻ്റെ വേസ്റ്റ് ആ സൈഡിലൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ കിടക്കുന്നു. എന്തിനാദ്യം പിന്നെ ടാപ്പേ വരെ തുപ്പിയിടുന്നവന്മാർ അത്രയും ആൾക്കാരെ ഇവിടെ ഉള്ളൂ. എങ്ങനെ അങ്ങോട്ട് പൂന്ന് ചെതറിച്ചോന്ന് ആലോചിക്കും നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ. എന്നാൽ അതൊന്ന് കഴിഞ്ഞിട്ട് കൈകൊണ്ടൊന്ന് വെച്ചാൽ ഇങ്ങനെ കയ്യിലൊന്ന് വെള്ളം എടുത്ത് ചുമ്മാ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ആക്കി കഴിഞ്ഞാൽ ഇതങ്ങ് പോകും. അടുത്തവൻ വരുമ്പോൾ ഒരു വൃത്തികേട് ഉണ്ടാകത്തില്ല. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ചിലർക്കൊക്കെ കാക്കി തുപ്പിയിട്ടിട്ട് അങ്ങനെയൊക്കെ പോകുന്നവന്മാർ കഴിച്ച് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ കാണുന്ന ഇതൊക്കെ. അതാണ് നമ്മുടെ നിലവാരം. ഇവിടുത്തെ മെജോറിറ്റി ആൾക്കാർ അങ്ങനെയാണ് കേട്ടോ. നല്ല പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഹൈ ക്ലാസ് സ്റ്റാൻഡേർഡ് ജീവിക്കുന്ന ആൾക്കാർ പോകുന്ന സ്ഥലങ്ങളിൽ ഇതില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. വളരെ കുറച്ച് വല്ല മണ്ടന്മാർ വന്നാലേ ഉള്ളൂ. ഈ പുത്തമണക്കാരെന്ന് പറയുന്നവനോ വല്ല ലോട്ടറി അടിച്ച് കാശ് ഉണ്ടാകാനൊക്കെ ആയിരിക്കും ചിലപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് വന്നിട്ട് ഇമാതിരി ഇവരൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ പിന്നെ യൂട്യൂബേഴ്സൊക്കെ ഉണ്ട് അങ്ങനത്തെ പൊട്ടത്തരം കാണിക്കാൻ. എവിടെ ചെന്നും കാശുണ്ട് പക്ഷേ ബോധമില്ല. അങ്ങനെയുള്ളവർ ഇതൊക്കെ ചെയ്യും. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നിലവാരമുള്ള മനുഷ്യർ ആരും തന്നെ ഇങ്ങനെ ബാത്റൂമും ടോയ്ലറ്റും വൃത്തികേടാക്കത്തില്ല. അതാണ് ഏറ്റവും ആദ്യം പഠിക്കേണ്ട കാര്യം. അത് പഠിക്കാത്തത് കൊണ്ടോ അത് ശരിക്കും ചെയ്യാൻ അറിയാത്തതുകൊണ്ടോ ആണോ എന്നറിയത്തില്ല. ബിഹേവിയർ വളരെ മോശമായതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഇവിടെ ഉള്ളവർക്കൊന്നും വലിയ എന്താ പറയണ്ടേ, ഒരു സമാധാനം ഇല്ല. ഒന്നും എത്തത്തില്ല, എങ്ങും ഒന്നും ആകത്തില്ല. എവിടെ ചെന്നാലും ഒരു പരാജയം ആകുന്നതൊക്കെ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാർ കൂടുതൽ വരുവേ. സ്വന്തം മുറി പോലും വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ അറിയത്തില്ല. ഹൈജീൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല ആളുകൾക്ക്. അത് വേറെ പ്രശ്നമാണ്. ചിലർ പറയും സൗകര്യക്കുറവാണ്. വലിയ വീട് ചെറിയ വീടൊന്നും ഇല്ല അതിന്. നമ്മൾ പറയുമ്പോൾ എല്ലാ ലോ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആൾക്കാരെന്ന് പറയുന്നവരെല്ലാം മോശക്കാരെന്നല്ല പറയുന്നത്. മിഡിൽ ക്ലാസ് മൊത്തമുള്ള പ്രശ്നമല്ല ഇത്. ചെറിയ വീടൊക്കെ ആണെങ്കിൽ പോലും നല്ല വൃത്തിക്ക് സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വലിയ വിദ്യാഭ്യാസം കാണത്തില്ല. അവർ ചെയ്യുന്ന തൊഴിലും ചിലപ്പോൾ അങ്ങനത്തെ തൊഴിലായിരിക്കത്തില്ല. പക്ഷെ അതിൻ്റെ മുറി വൃത്തിയായിരിക്കും. ആ മനുഷ്യനോട് ഇടപെട്ടാൽ നമുക്ക് അറിയാൻ പറ്റും. അവരുടെ വീട്ടിൽ പട്ടിയോ പൂച്ചയൊക്കെ ഉണ്ടാകും ചിലപ്പോൾ. പക്ഷേ ഇത് മറ്റവർക്ക് അങ്ങനല്ല. അവർക്ക് വൃത്തിയും കാണത്തില്ല, ഒരു വളർത്തുമൃഗം കാണത്തില്ല. ഇവൻ തന്നെ ഒരു മൃഗം പോലെ ജീവിക്കുന്നതുകൊണ്ട് വേറൊരു മൃഗത്തിനെ അവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തില്ല.
അങ്ങനെയൊക്കെയുള്ള ചില ആളുകൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ പറഞ്ഞ എല്ലാവരെ പറ്റിയല്ല. ഇപ്പോൾ ഹൈ ക്ലാസ് ആണെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഭയങ്കര പൈസ ഉള്ള ഇപ്പോൾ അംബാനിയാണ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഷാറുഖ് ഖാൻ ചിലപ്പോൾ ആർക്ക് ചൂപ്പിയിട്ടൊക്കെ പോകുമായിരിക്കും, വേണം കണ്ണാടി അങ്ങോട്ടൊക്കെ ആയിരിക്കും തുപ്പുന്നത്, ആർക്കറിയാൻ പറ്റും. അങ്ങനത്തെ കാശുള്ളവന്മാരോട് ഉണ്ട്. മറ്റേ അഹങ്കാരം കയറിയിട്ട് എല്ലാം ബാക്കി ഒന്നും ശ്രദ്ധിക്കാത്തവരൊക്കെ ഉണ്ട്. മുറിയൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ വലിച്ച് വാരിയൊക്കെ എറിയുക, മൂക്കിയിട്ടിടുകയൊക്കെ ചെയ്യുന്ന മുറിക്കകത്തോ വല്ല കട്ടിലൊക്കെ മൂക്കിയിട്ടിടുന്നവന്മാരൊക്കെ കാണും. അതൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞ കൂടുതൽ ആളുകൾ അങ്ങനെയല്ല. എഡ്യൂക്കേറ്റഡ്, കൾച്ചർഡ് എന്ന് പറഞ്ഞാൽ നല്ല ബിഹേവിയർ ഉള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ നോക്കും. ഇതൊക്കെ അവർ ഞാൻ പോകുമ്പോൾ ഇനി എൻ്റെ മുന്നിൽ വന്നവൻ എന്താ ചെയ്തെന്ന് ഞാൻ നോക്കത്തില്ല. ഞാൻ മൊത്തം ഇങ്ങനെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ടിട്ട് അടുത്ത ആൾ വരുമ്പോൾ അതങ്ങ് ഒഴിവാക്കും. ഇനി അയാൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അയാളിങ്ങനെ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ അയാൾക്ക് തോന്നാം ഏത് ഇങ്ങനെ നാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ പ്രത്യേകം ചെയ്തുകൊണ്ടേയിരിക്കും, ഒരിക്കലും നിർത്താൻ പോകുന്നില്ല. പിന്നെ നമ്മുടെയൊക്കെ സാധനങ്ങളൊക്കെ ആണല്ലോ നമ്മൾ വൃത്തിയായിട്ടിരിക്കുന്നത് ആഗ്രഹിക്കുന്നവരെല്ലാവരും അല്ലേ. അതുപോലെ ലുലുമോളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മാക്സിമം അവരെ ഉപദ്രവിക്കാതിരിക്കുക. ഇതൊന്നും അവർക്ക് വലിയ പ്രശ്നമൊന്നുമല്ല, എങ്കിൽ പോലും അതൊരു ഓവറായിപ്പോയി. ഞാൻ നോക്കിയപ്പോൾ വൃത്തികേടായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ വീണ്ടും വീണ്ടും വൃത്തികേടാവാൻ സാധ്യതയുണ്ട്. നല്ലപോലെ വൃത്തിയുള്ള സ്ഥലത്ത് നമ്മൾ വൃത്തികേടാക്കാൻ പറ്റത്തില്ല എന്നൊരു സൈക്കോളജി ഉണ്ട്. പക്ഷെ അതുക്കും കീഴെയുള്ള ഒരാൾ അതുവഴി പോകുന്നുണ്ടെന്നുള്ള. ഈ തമ്പാക്കൊക്കെ വെക്കുന്നവനല്ല തന്നെ ഏറ്റവും തറ മനുഷ്യരായിരിക്കും, മനസ്സിലായില്ലേ. എനിക്കൊന്ന് രണ്ട് പേരെ അറിയാം, അവന്മാർ ചിലരുണ്ട് തമ്പാക്ക് വെക്കുന്നത്. എനിക്ക് ഞാൻ ചോദിക്കാറുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ തമ്പാക്ക് വെക്കും, തറയല്ല എങ്കിലും എന്തോ ഒരു ചെറിയ കുഴപ്പം തോന്നി. തമ്പാക്ക് ഉപയോഗിക്കുന്നവർ കണ്ടേ, മറ്റേ ഉള്ളിസുര തമ്പാക്ക് വെക്കുന്ന കണ്ടിട്ടില്ലേ, ശബരിമല പോകുന്ന വഴിക്കൊക്കെ കണ്ട് തമ്പാക്ക് വെച്ചോണ്ട് ശബരിമല പോകുന്നു. അത് തറ ആൾക്കാരാണ് അങ്ങനത്തെ. തമ്പാക്കൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ പോയി. വേറെ ഇവിടെ പിന്നെ വേറെ ഇലയിനൊക്കെയാണ് നമ്മൾ കൂടുതൽ മോശമായിട്ട് കാണുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ തമ്പാക്ക് വെക്കുന്നിടത്ത് കണ്ടില്ല, തമ്പാക്ക് എവിടെ തുപ്പിയിട്ടെന്ന് കണ്ടില്ലേ. ആ സ്റ്റാൻഡേർഡ് മനസ്സിലായില്ല, തമ്പാക്കിന്റെ സ്റ്റാൻഡേർഡ് പിടികിട്ടിയോ. അതാണ് തമ്പാക്ക്. തമ്പാക്കുകാർ ഇങ്ങനെയൊക്കെ ചെയ്യും. തമ്പാക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ അല്ലേ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ചെന്നിട്ട് ഇങ്ങനെ ഏറ്റവും വൃത്തിയുള്ള സ്ഥലം പോലും വൃത്തികേടാക്കാൻ മടിയില്ലാത്തവനാണ് നമ്മുടെ കൂടെയുള്ള കൂടുതൽ പേരും എന്നുള്ളതും ആരും മറക്കണ്ട. ഈ യൂറോപ്പിലും US-ലൊക്കെ പോയിട്ട് അവരുടെ സംസ്കാരം ശരിയല്ല, നമ്മുടെ സംസ്കാരം എന്തോ ഭയങ്കര സംസ്കാരമാണ്, ആർഷഭാരത സംസ്കാരം ഉണ്ടെന്നും കേരളത്തിന് ഭയങ്കര സംസ്കാരം ഉണ്ടെന്നും കേരളം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണെന്നും മലയാളി നമ്പർ 1 ആണെന്നൊക്കെ പറയരുത്. അത് തെറ്റാ. അങ്ങനെയേ ഇല്ല. മലയാളിയെപ്പോലൊരു ഏറ്റവും പന്ന മനുഷ്യരായിട്ട് കാണാവുന്ന ഇന്ത്യക്കാർ മൊത്തത്തിൽ അധപ്പതിച്ച ഒരു തരത്തിലും ബോധവും വെളിവും ഇല്ലാത്തങ്ങളാണ് കൂടുതലും. അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വാഷ് ബേസിനും ഈ റെയിൽവേ ടോയ്ലറ്റും പബ്ലിക് ടോയ്ലറ്റ്സും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏതെങ്കിലും സാധനങ്ങൾ എന്തിനാണ് വേസ്റ്റ് കൊണ്ട് കളയുന്നത് കണ്ടാൽ തന്നെ അറിയാം. ഇവിടെ പിന്നെ വേസ്റ്റ് മാനേജ്മെന്റ് ഇല്ലല്ലോ, അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അപ്പോൾ ആൾക്കാരെ ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യേണ്ട ഗവൺമെന്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ മാലിന്യം നിങ്ങളുടെ ഉത്തരവാദിത്തം, നിങ്ങളുടെ തീട്ടം നിങ്ങൾ തന്നെ തിന്നോളാൻ എന്നൊക്കെ പറയുന്ന പോലത്തെ വലിയ വാചകമൊക്കെ ഒരു മടിയില്ലാതെ പിണറായി വിജയന്റെ ഫോട്ടോ ഒട്ടിച്ച് ബസ്സേ വരെ ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ ഒട്ടിച്ച് വിട്ട ആൾക്കാരാണ്. അവർക്ക് അതിനുള്ള ബുദ്ധി ഇല്ല. അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. മനസ്സിലായി. ഇവിടെ ഭരിക്കുന്നവരുടെ ഒരു പ്രശ്നം ഇതൊക്കെയാണ്. ഇവരാര് ഭരിച്ചാലും, ഇതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കൊള്ളാം, കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും, ഈ നാട്ടിൽ തന്നെ പഠിച്ച് വളർന്ന് ഇവിടെ മാത്രം ചുറ്റിക്കറങ്ങി ഈ ഇട്ടാവട്ടത്തിടുന്ന ആൾ കളിച്ചിട്ടുള്ളവനൊക്കെ ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇവനൊക്കെ പുറത്തോട്ട് പോയാലും ചിലപ്പോൾ അവിടെ ചെന്നിട്ട് ഈ പറഞ്ഞ പോലെയൊക്കെ എരിവും പുളിയുള്ള ഫുഡ് കിട്ടാതെ ബുദ്ധിമുട്ടിയ ആൾക്കാരോ, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് പിന്നെയും ഈ പറഞ്ഞ പോലെ എന്താ പറയുക കയ്യിലച്ചാരടും കുറിയൊക്കെ തൊട്ട് ഗൾഫിൽ കൂടെ നടക്കുന്നവന്മാരൊക്കെ ഉണ്ട്. പിന്നെ പള്ളിയിൽ പോകണം, പള്ളിയില്ല, അതുകൊണ്ട് തൽക്കാലം ഏതെങ്കിലും ഗോഡൌണിൽ പോയി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ ഇവിടെ ഉള്ളവർ. അപ്പോൾ ഇവന്മാർക്ക് എവിടെ ചെന്നാലും രക്ഷപ്പെടാത്തൊരു തലയ്ക്കകത്ത് എന്തോ കയറ്റി വിട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ. പഠിച്ചതിനകത്ത് കുഞ്ഞിലെ തന്നെ എനിക്കൊന്ന് ഇനി മലയാളം ഭാഷയുടെ കുഴപ്പമാണെന്ന് അറിയത്തില്ല. മലയാളം പക്ഷേ ഇന്ത്യയിലെ കൂട്ടത്തിൽ ഭേദമാണ് മലയാളികൾ. അയ്യോ വേറെ അല്ലാത്തൊക്കെ വരും. ഇപ്പോൾ ബീഹാർ, ആസാം എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൊന്നും അല്ലെ ആന്ധ്ര എന്നൊക്കെ വരും. തമിഴ്നാട്ടുകാർ പിന്നെ ഇപ്പോൾ ഇച്ചിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇവന്മാർ ഈ ആസാമികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ടോയ്ലറ്റ് ഉപയോഗിക്കാൻ അറിയത്തില്ല, കക്കൂസ് എവിടെയാണെന്ന് അറിയത്തില്ല, എല്ലാം പറമ്പിൽ തൂക്കിക്കൊണ്ടിരിക്കുന്നവന്മാരൊക്കെയാണ്. അത്രയാണെന്നൊന്നും അല്ല, മലയാളികൾ അതിലും ഭേദമാണ് അതൊക്കെ വെച്ച് നോക്കും. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് പൊളിയുമല്ല, 1-ാം നമ്പറല്ല, മലയാളി ഒരു മൈലുമല്ല. പുറത്ത് ഈ പറഞ്ഞ പോലെ സംസ്കാരം ഉള്ളവരെ കണ്ടിട്ട് മനസ്സിലാക്കുന്ന പോലും ഇല്ല എന്നുള്ളവർ മാത്രമേ ഭയങ്കര സംസ്കാരമാണ് നമുക്കുള്ളത്, നമ്മളൊക്കെ ഭയങ്കര എന്തോ സംഭവമാണ്, മലയാളി പൊളിയാണ് എന്നൊക്കെ പറയത്തുള്ളൂ. അല്ലാത്തവരാരും പറയത്തില്ല. പിന്നെ അവരതിനിടെ പറയുമായിരിക്കും മോഹൻലാൽ ഏറ്റവും വലിയ നടനാണ്.